പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരുമിപ്പിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് ഈശോയെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. വലിയ സ്നേഹത്തോടെ ഈ മക്കളെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളും നിയോഗങ്ങളും അങ്ങയുടെ ബലിയോട് ചേർത്ത് അങ്ങയുടെ ദിവ്യക്കാരുടെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകമാവിധം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മക്കളെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ മക്കള് വഴിതെറ്റി പോകാതെ കർത്താവെ അങ്ങയുടെ ശക്തമായ അഭിഷേകത്താലും സംരക്ഷണത്താലും കൃപകളാലും നിറച്ച് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഇവരെയും ഇവരുടെ കുടുംബങ്ങളെയും മക്കളെയും അനുഗ്രഹിക്കണമേ. ഈ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ. ഈ കൂട്ടായ്മയെ അവിടുന്ന് അഭിഷേകം ചെയ്ത് വളർത്തണമേ. അനേക ആയിരങ്ങളിലേക്ക് കർത്താവേ ഈ പ്രാർത്ഥന എത്തിച്ചേരുവാൻ ഇടയാകട്ടെ. അങ്ങനെ മക്കൾക്ക് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിക്കുന്ന ശക്തമായൊരു കൂട്ടായ്മ ഈ കാലഘട്ടത്തിന്റെ ആവശ്യകത മനസ്സിലാക്കി വളർന്നു വരട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കള് വലിയൊരു യുദ്ധത്തിനാണ്. നമുക്കറിയാം, മോശ സംഗീത പുസ്തകത്തില് അമ്മോന്യർക്കെതിരെ ഇസ്രായേൽ യുദ്ധം ചെയ്യുമ്പോ കരം വിരിച്ചു നിന്ന് പ്രാർത്ഥിക്കുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ആ യുദ്ധത്തെ നിയന്ത്രിച്ചിരുന്നത് മോശയാണ്. മോശയുടെ കരം എപ്പോഴൊക്കെ ഉയർന്നു നിന്നോ അപ്പോഴൊക്കെ ഇസ്രായേൽ ജനം ജയിച്ചുകൊണ്ടിരുന്നു. എപ്പത്താണോ അപ്പോൾ തോൽവി നേരിട്ടുകൊണ്ടിരുന്നു. പാര യുദ്ധം നിയന്ത്രിച്ച് പ്രാർത്ഥിക്കുന്ന മോശ. ഇതുപോലെ നമ്മുടെ മക്കള് ഇന്ന് പഠിക്കാൻ പോകുമ്പോ, വിദേശത്ത് പോകുമ്പോ, ജോലിക്ക് പോകുമ്പോ, പരീക്ഷയ്ക്ക് പോകുമ്പോ ഒത്തിരിയേറെ മേഖലകളില് യുദ്ധം ചെയ്യാം. ജയിക്കണത് നമ്മുടെ ഈ കൂട്ടായ്മയുടെ പ്രാർത്ഥനയുടെ ശക്തി അനുസരിച്ച്. നമ്മുടെ കരം താണാൽ അവർ തോൽക്കും. നമ്മുടെ കരം ഉയർന്നു നിന്നാൽ നമ്മുടെ മക്കൾ ജയിക്കണം. അതുപോലെ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ ഈ ഒരു കൂട്ടായ്മ അതിശക്തമായിട്ട് അനേക രാജ്യങ്ങളിൽ നിന്ന് അനേകം പേര് അച്ഛനെ വിളിക്കാറുണ്ട്. അച്ഛാ, ഞങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ മക്കളെ, നമ്മൾ നമ്മുടെ മക്കളെ യുദ്ധത്തിൽ ജയിപ്പിക്കണം. അതിനുവേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. നമ്മൾ ഉപവാസം എടുക്കണം, ത്യാഗം ചെയ്യണം, വിശുദ്ധ കുദാശകളില് പങ്കെടുക്കണം, വിശുദ്ധ കുർബാന സ്വീകരിക്കണം, ആരാധനയ്ക്ക് പോയിരിക്കണം, കന്നക്കൊന്ത ചൊല്ലണം, ജപമാല ചൊല്ലണം. അങ്ങനെ നമ്മുടെ മക്കൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ സഹായം വിളിച്ച് ഇടപെടുത്തിക്കണം. ഇന്ന് അച്ഛൻ പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്നൊരു മേഖല, നമ്മുടെ മക്കളെ ഇന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പൈശാചിക മിശ്ര വിവാഹം. ദിവസങ്ങളല്ല, കുറെ നാളുകളായിട്ട് അനേകം മാതാപിതാക്കള് കണ്ണുനീരോടെ വിളിച്ച് പ്രാർത്ഥന സഹായം തേടുന്ന വിഷയമാണ്. ഈ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നിന്ന് ഒരു ചേട്ടൻ വിളിച്ച് പറയാം, എന്റെ അച്ഛ, എന്റെ രണ്ടാമത്തെ മോള് ഒരു അക്രൈസ്തവന്റെ കൂടെ പോകാൻ ഇറങ്ങി തീരുമാനിച്ചു. രജിസ്റ്റർ ഓഫീസില് ഫോട്ടോ ഒട്ടിച്ചു. എന്നിട്ട് അവര് കല്യാണക്കുറി അടിച്ചിറക്കി. അവരുടെ ആളുകൾ കൂടി ഭയങ്കരമായിട്ട് ആഘോഷിക്കാൻ പോവാ. എന്റെ മോള് വിട്ടുപോകാണ്. എങ്ങനെ സഹിക്കു വെച്ചാ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റണില്ല. കർത്താവിനെ വിട്ട്, കുടുംബത്തെ വിട്ട്, പാരമ്പര്യത്തെ വിട്ട്, വചനം വിട്ട്, ഉദാശ വിട്ട് ഇറങ്ങിപ്പോണ മോള്. ഒരപ്പന്റെ വേദന. അച്ഛൻ പ്രാർത്ഥിക്കണം. ഇതോടെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു അമ്മച്ചി മോളിങ് ഇതുപോലെ തന്നെ. നമ്മുടെ പെങ്കൊച്ചങ്ങൾക്ക് എന്താ പറ്റണേ? ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇങ്ങനെ പോകുന്ന മക്കളെ കുറിച്ചുള്ള വീഡിയോകൾ ഇൻസ്റ്റാഗ്രാമില് മറ്റു വരുന്ന മക്കള്, ക്രിസ്ത്യൻ ഗേൾ, അതർ റിലിജിയൻ ആയിട്ടുള്ള ആണുങ്ങൾ, ലൗകികാതും അതോടൊപ്പം തന്നെ മറ്റു മതവിഭാഗത്തിൽ വിട്ടുപോകുന്ന നമ്മുടെ പെൺകുട്ടികൾ. ഇതൊരു ഭയങ്കര പൈശാചിക കെണിയായിട്ട് മാറിയിരിക്കുന്നു. സിനിമകളിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ, മീഡിയയിലൂടെയൊക്കെ ഇങ്ങനെ പോകുന്ന അനേകം മക്കളുടെ അടിപൊളി ജീവിതങ്ങള് ഇങ്ങനെ പ്രദർശിപ്പിക്കുമ്പോ അനേക മക്കള് അതിലേക്ക് ആകർഷിച്ച് പോകുന്നുണ്ട്. എന്റെ മക്കളെ, നെഹെമ്യാ പ്രവാചന പുസ്തകത്തില് 13-ാം അധ്യായത്തില്
24 ആ വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ കാണാണ്, ഇക്കാലത്ത് അഷ്ദോദ്, അമ്മോൻ, മോവാബ് എന്നീ ദേശങ്ങളിലെ സ്ത്രീകളെ വിവാഹം ചെയ്ത യഹൂദരെ ഞാൻ കണ്ടു. നെഹമ്യാ പ്രവാചകൻ പറയാം, അവരുടെ സന്താനങ്ങളിൽ പകുതി പേരും അഷ്ദോദ് ഭാഷയാണ് സംസാരിച്ചിരുന്നത്. യൂദായുടെ ഭാഷ സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല, മക്കൾ മാറിപ്പോയി. അതിനുശേഷം നെഹമ്യാ പറയുകയാണ്, ഞാൻ അവരോട് തർക്കിക്കുകയും അവരെ ശപിക്കുകയും ചിലരെ പ്രഹരിക്കുകയും ചെയ്തു. അവരുടെ തലമുടി ഞാൻ വലിച്ചു പറിച്ചു. എന്നിട്ട് പറയാണ്, അവരെ കൊണ്ട് ദൈവനാമത്തിൽ ശപഥം ചെയ്യിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് നൽകുകയോ അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്ക് സ്വീകരിക്കുകയോ അരുത്. ഇസ്രായേലിന്റെ രാജാവായ സോളമൻ ഇത്തരം സ്ത്രീകൾ നിമിത്തം പാപം ചെയ്തില്ലേ? അവനെ പോലൊരു രാജാവ് ജനതകൾക്കിടയിൽ ഇല്ലായിരുന്നു. ദൈവം അവനെ സ്നേഹിച്ചു, അവിടുന്ന് അവനെ ഇസ്രായേലിനെ മുഴുവൻ രാജാവാക്കി. എന്നാൽ വിദേശീയ സ്ത്രീകൾ അവനെ കൊണ്ട് പോലും പാപം ചെയ്യിച്ചു. അതായത് അന്യദൈവ ആരാധനയിലേക്ക്, ഒരുപാട് ബന്ധപ്പെട്ട സംസ്കാരത്തിലേക്ക് സോളമൻ പോയി. അവസാനം സോളമന്റെ അന്ത്യം നമുക്കറിയാം. അതുകൊണ്ട് ഈ നെഹമ്യാ പ്രവാചകൻ അതിശക്തമായിട്ട് ദൈവത്തിന്റെ കൽപ്പനയാണ്. ദൈവാർത്തന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനത്തില് ദൈവം മോശയിലൂടെ ദൈവജനത്തോട് പറഞ്ഞതാണ്, ഇത് ചെയ്യരുത്. എന്റെ മക്കളെ, നമ്മൾ ഇത് അറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ മഹത്വം അറിയണം. ക്രിസ്ത്യാനിയായ മാമോദീസ സ്വീകരിച്ച, കൂദാശ സ്വീകരിച്ച ഒരു ദൈവത്തിന്റെ പൈതൽ, വിശുദ്ധ കുമ്പസാരം, വിശുദ്ധ കുർബാന, അതേപോലെ വിവാഹമെന്ന കൂദാശ, ഇതെല്ലാം മറന്ന് നമ്മൾ ദൈവാലയം, നമ്മളെ പോലെ മറ്റൊരു ജനമില്ല. ഞാൻ പക്ക ക്രൈസ്തവമായ അടിസ്ഥാനത്തിലെ പറയാം. ദൈവജനം മാമോദീസയിലൂടെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മക്കള്, വിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ സ്വീകരിച്ച് ഈശോ വസിക്കുന്ന മക്കള്, സ്വർഗത്തിന്റെ പൗരത്വം ലഭിച്ച മക്കള്, ദൈവപിതാവിന്റെ മക്കള്, ഇങ്ങനെ വലിയ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട നമ്മുടെ മക്കളെ നശിപ്പിച്ച് കൊണ്ടുപോകാൻ പിശാച് ശ്രമിക്കുന്ന വലിയൊരു ബന്ധനത്തിന്റെ ഒരു വഴിയാണ് ഈ മിശ്ര വിവാഹം. അതുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പറയുന്നുണ്ട്, മാമോദീസ സ്വീകരിച്ച 2 വ്യക്തികൾ തമ്മിലുള്ള വിവാഹ ഉടമ്പടിയെ ദൈവമായ കർത്താവ് ഒരു കൂദാശയുടെ തലത്തിലേക്ക് ഉയർത്തി. അതാണ് വിവാഹം, കൂദാശ. പ്രിയപ്പെട്ട മക്കളെ, ഞാനൊരു കാര്യം പറയാം. നമുക്കൊരടിസ്ഥാനമുണ്ട്. അത് കൃപയുടെ, ദൈവിക ജീവന്റെ, സ്വർഗത്തിന്റെ ബന്ധത്തിന്റെ ഒരു അടിസ്ഥാനമുണ്ട്. അത് ജീവിക്കണമെങ്കിൽ നല്ലപോലെ ഒരുങ്ങി വിശുദ്ധമായ കൂദാശ വിശുദ്ധിയോടെ യോഗ്യതയുടെ പരിക്രമം ചെയ്ത് സ്വീകരിക്കേണ്ട പോലെ സ്വീകരിച്ച് ജീവിച്ചാൽ അവിടെ ദൈവത്തിന്റെ വലിയൊരു സഹായം, കൃപ, സന്തോഷം, സമാധാനം എല്ലാം നിറയും. എന്നാൽ ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, കൂദാശയ്ക്ക് വിലയില്ലാത്ത മക്കള്, കൂദാശ എന്തെന്നറിയില്ലാത്ത മക്കള്, കൂദാശയുടെ ശക്തി സ്വീകരിക്കാത്ത മക്കള് സഭയിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൂദാശ തന്നെ വിട്ടുപോകുന്ന മക്കൾ, അതാണ് ഈ മക്കള്. ആത്മാവ് നമുക്കറിയാലോ മക്കളെ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കേണ്ടവരൊന്നുമല്ല. നമ്മള് ഇവിടെ നൈമിഷികമായി ജീവിക്കും. നമ്മുടെ ആത്മരക്ഷ സ്വർഗത്തിൽ പോകേണ്ട മക്കളാണ്. അതൊറ്റ വഴിയുള്ളൂ. ഞാൻ പറഞ്ഞ വഴി, ഞാനാണ് വഴി, വചനമാകുന്ന ദൈവം പറഞ്ഞ വഴിയിലൂടെ നടന്ന് ആ ജീവിതം ജീവിച്ച് അവസാനം സ്വർഗത്തിൽ എത്തി നിത്യജീവിതം ജീവിക്കേണ്ടവരെ നമ്മൾ. അതിനൊക്കെ പാടെ ഇല്ലാതാക്കിക്കൊണ്ട് ഇന്ന് പിശാച് നമ്മുടെ മക്കളെ നശിപ്പിക്കുന്ന ശക്തമായ ഒരു അടിമത്തമായിട്ട് മാറി ഈ ഒരു മേഖല സംസ്കാരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അവിടെ വേറൊരു കാര്യം, നമ്മുടെ മക്കൾക്ക് പെൺകുട്ടികളെ കിട്ടാനില്ല വിവാഹത്തിന്. എത്രയോ മക്കള് ജീവിത പങ്കാളി കിട്ടാതിരിക്കുന്നു. ഇത് വേറൊരു വശം. ഇതൊരു വലിയൊരു പാതകമാണ് മക്കളെ. ദൈവത്തോടും സഭയോടും വചനത്തോടും കുടുംബത്തോടും പാരമ്പര്യത്തോടും ചെയ്യുന്ന പാതകം.
ഞാൻ പറയും, നമുക്കൊരു കുടുംബ പാരമ്പര്യമുണ്ട്, ഒരു കുടുംബ വൃക്ഷമുണ്ട്, അതിന്റെ കുല ദൈവങ്ങളുണ്ട്, ദൈവാരാധനയുണ്ട്, ആത്മീയതയുണ്ട്. ഇതൊക്കെ ജീവിതത്തെയും മക്കളെയും തലമുറകളെയും സ്വാധീനിക്കുന്ന വലിയ കാര്യമാണ്. താൽക്കാലികമായിട്ട് വേണമെങ്കിൽ തട്ടിമുട്ടി ജീവിക്കാം, പക്ഷേ ജീവിതം വളരണമെങ്കിൽ, കർത്താവിന്റെ കൃപയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കണമെങ്കിൽ, യഥാർത്ഥമായ സന്തോഷം, സമാധാനം, സംതൃപ്തി അനുഭവിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, ദൈവം പറഞ്ഞ പോലെ അനുസരിക്കുക. ഇന്ന് ദൈവത്തെ കേൾക്കാനോ ഉദാസകളെ സ്വീകരിക്കാനോ അതിന് ചൈതന്യം ഉൾക്കൊള്ളാനോ പറ്റാത്ത വിധം മീഡിയയും സിനിമകളും കൂട്ടുകെട്ടും ഇൻസ്റ്റാഗ്രാമും ലോകാരൂപിയും പിശാചിന്റെ പൈശാചിക വശീകരണങ്ങളും നമ്മുടെ മക്കളെ നശിപ്പിച്ചുകൊണ്ട് പോകുമ്പോ ഒരു അപകടകരമായ പൈശാചിക മേഖലകളില് നമ്മുടെ കരങ്ങൾ ഉയർത്തി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. എന്റെ മക്കളെ ഇന്ന് സങ്കടം കൊണ്ട് പറയാ, അനേക മക്കള്, നമ്മുടെ മക്കളൊക്കെ ഇതുപോലെ നശിച്ചു പോണ കാണുമ്പോ ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തെ വിട്ടും വചനം വിട്ടും ഉദാശ വിട്ടും കുടുംബം വിട്ടും അപ്പനെ വിട്ട് അമ്മയെ വിട്ട് സഹോദരങ്ങളെ വിട്ട് പാരമ്പര്യം വിട്ട് ദേവാലയം വിട്ടൊക്കെ പടിയിറങ്ങി പോകാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പൈശാചികമാണ് മക്കളെ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം ആ വിധത്തില് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ ജ്ഞാനം നിറയാൻ സോളമനെ കണ്ടില്ലേ? എന്തുമാത്രം ജ്ഞാനം നിറഞ്ഞവന സോളമൻ. ഈ സ്ത്രീകൾ കാരണം, ഈ മിശ്രവാഹം കാരണം അവൻ നശിപ്പിക്കപ്പെട്ടു. ഇന്ന് നമ്മുടെ ആൺകുട്ടികളെ പോലും വശീകരിച്ചു കൊണ്ടുപോകുന്ന അനേകം മേഖലകളുണ്ട്. കർത്താവ് ഒരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ പുത്രിമാരെ അവർക്കോ പുത്രിമാർക്കോ നിങ്ങൾ കൊടുക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും പാടില്ല. അടിസ്ഥാനം നമ്മുടെ ജീവിതം, ഉദാശ, നമ്മുടെ കുടുംബം, കുടുംബ പാരമ്പര്യം, കുടുംബ വൃക്ഷം, ഇതൊക്കെ നമ്മൾ സ്വാധീനിക്കും. ഇത് ഇവരുടെ മാത്രം പ്രശ്നമല്ല. ഇവിടെ മക്കള് ഏത് വിശ്വാസത്തിൽ വളരും, ഇവിടെ മക്കള് ഏത് പാരമ്പര്യത്തിൽ വളരും, ഇവിടെ മക്കള് തലമുറ. നമ്മുടെ കുടുംബം, വിവാഹം എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൽ മാത്രം അവസാനിക്കില്ല. ഇത് മക്കള്, തലമുറ, അതിന്റെ ഫാമിലി ട്രീ, അതുമായിട്ട് ബന്ധപ്പെട്ട ആത്മീയത, സ്വാധീനങ്ങള്, ശക്തികള് ദൂരവ്യാപകമാണ്. എത്രയോ മക്കൾ നമ്മൾ കാണുന്നു, എന്റെ പ്രിയപ്പെട്ട മക്കൾ. അതുകൊണ്ട് ഇന്ന് പ്രത്യേകം ആ വിധത്തില് ഈ മേഖലയില് നമ്മുടെ മക്കൾക്ക് വേണ്ടി അതിശക്തമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ക്രൈസ്തവ മക്കള്, ഉദാശ സ്വീകരിച്ച മക്കള്, കർത്താവിന്റെ മക്കള്, സ്വർഗത്തിന്റെ പൗരത്വമുള്ള മക്കള് ദൈവത്തിന് സ്വന്തമായി ജീവിക്കണം. അതിനുവേണ്ട അഭിഷേകം, അതിനുവേണ്ട സംരക്ഷണം, പൈശാചിക ബന്ധനങ്ങളെ തകർത്തെറിഞ്ഞ് അവന്റെ വശീകരണങ്ങളെ നിർവീര്യമാക്കി ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ഇന്ന് നമ്മുടെ കരങ്ങൾ ഉയർത്തി മോശയെ പോലെ നമ്മുടെ മക്കളുടെ യുദ്ധത്തിൽ നമ്മുടെ മക്കൾ ഇതിലേക്ക് വശീകരിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. കോളേജിലും അല്ലെങ്കിൽ ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ ഒത്തിരി ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പ്രാർത്ഥിക്കുക, നമ്മുടെ മക്കൾക്ക് ബുദ്ധിയും ബോധവും വെളിവും കിട്ടാൻ, കർത്താവിന്റെ സംരക്ഷണം കിട്ടാൻ, സ്വർഗത്തിന്റെ ഉന്നതമായ ദർശനം കിട്ടാൻ, കൃപയിൽ ഉദാശയിൽ ജീവിക്കുമ്പോൾ ലഭിക്കുന്ന അഭിഷേകം അനുഭവിച്ച് തമ്പുരാനോട് കൂടെ ജീവിക്കാൻ നമ്മുടെ മക്കൾക്കിടയാകട്ടെ. പരിശുദ്ധ അമ്മയുടെയും യോസേഫ് പിതാവിന്റെയും ഉണ്ണീശോയുടെയും വിശുദ്ധ മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ മാലാഖമാരുടെയും എല്ലാ വിശുദ്ധരുടെയും എല്ലാ മാലാഖമാരെയും മാധ്യസ്ഥ സഹായം തേടിക്കൊണ്ട് ദിവ്യകാരുണ്യ സന്നിധിയിലും ഇന്ന് പ്രത്യേകമാവിധം ഈ മേഖലയിലുള്ള മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിന്നെ ഒരു കാര്യം, മാതാപിതാക്കളുടെ കണ്ണുനീരും സഹോദരങ്ങളുടെ കണ്ണുനീരും ശാപവും പേറി മക്കൾ ഇങ്ങനെ പടിയിറങ്ങി പോകുമ്പോ മക്കളുടെ ജീവിതം പിന്നീട് എന്തായിരിക്കും? മക്കളെ ഇതിന് സങ്കടമുണ്ട്. കരഞ്ഞാണ് അപ്പനും അമ്മയും 10 മാസം ചുമന്ന് പ്രസവിച്ച് വളർത്തി കട്ടപ്പെട്ട് പഠിപ്പിച്ച് ഒരു ലെവലാവുമ്പോ അവരെ വിട്ട് എല്ലാ സ്വപ്നങ്ങൾ തകർത്തെറിഞ്ഞ് ഇറങ്ങി പോകുമ്പോ ചങ്കുപൊട്ടിക്കരുന്ന അപ്പന്റെയും ഹൃദയം നുറുങ്ങുന്ന അമ്മയുടെയും ഒക്കെ വേദനകൾ ആ കുഞ്ഞിനെ, ആ കുടുംബത്തെ പിന്നീട് സ്വാധീനിക്കാതിരിക്കുമോ? പ്രാർത്ഥിക്കാം മക്കളെ. അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ മക്കളായി ഞങ്ങളെ അനന്തമായി സ്നേഹിച്ചുകൊണ്ട്, അങ്ങയെ തന്നെ ഞങ്ങൾക്ക് തന്നുകൊണ്ട് അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു. കുരിശുമരത്തിലൂടെ ഞങ്ങളെ വീണ്ടെടുത്ത് രക്ഷിച്ച് ഞങ്ങൾക്ക് ജീവൻ നൽകുവാൻ വേണ്ടി ഉദാശകൾ സ്ഥാപിച്ച്
ആ ജീവനിലേക്ക് ഞങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങയിൽ വളരുവാൻ ഈശോയെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. അത് ഉദാശകളിലൂടെ മാമോദീസ മുതൽ സ്വീകരിച്ച് ആ ജീവന്റെ സമൃദ്ധിയില് അങ്ങയിൽ ഞങ്ങൾ വളരാൻ വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷാകര പ്രവൃത്തിയാണല്ലോ. അത് ഞങ്ങൾക്ക് മാത്രമുള്ള വലിയ ഭാഗ്യമാക്കി ദൈവമക്കളാക്കി മാമോദീസയിലൂടെ ഞങ്ങൾ ഉയർത്തി. കർത്താവേ, ഓരോ കൂദാശകളിലൂടെയും ആ കൃപയ്ക്ക് മേൽ കൃപയിൽ ഞങ്ങളെ വളർത്തുമ്പോ അത് അറിഞ്ഞ് അനുഭവിച്ച് സ്വീകരിച്ച് ഞങ്ങൾ ജീവിക്കണം. എന്നാൽ കർത്താവ്, ഇന്ന് ഞങ്ങളുടെ അനേക മക്കള് ഈ കൂദാശ വിട്ട് അങ്ങയുടെ വചനം വിട്ട് അങ്ങയെ തന്നെ വിട്ട് മിശ്ര വിവാഹത്തില് മറ്റു പല ബന്ധങ്ങളിൽപ്പെട്ട് നശിച്ചു പോകുമ്പോ അങ്ങ് പറഞ്ഞില്ലേ, സോളമന് സംഭവിച്ച ദുരന്തം, അവനെ പോലെ ഒരു രാജാവ് ഇസ്രായേലില് ഉയർത്തപ്പെട്ടിട്ടില്ല. അത്രമാത്രം ജ്ഞാനി, അത്രമാത്രം സമ്പത്ത്, അങ്ങേക്ക് ദേവാലയം പണിതു. എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവൻ വീണുപോയി ഒറ്റ ഈ പ്രമാണ ലംഘനത്തിലൂടെ. ഈശോയെ, നശിച്ചു പോകും ഞങ്ങളുടെ മക്കള് സങ്കടത്തോടെ വേദനയോടെ ഞങ്ങളുടെ ഈ മക്കളെല്ലാവരെയും അങ്ങയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ ബന്ധത്തിൽപ്പെട്ട് തീരുമാനമെടുത്ത് വഴിവിട്ട് ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഒരു മക്കളും ഈശോയെ അങ്ങയെ വിട്ട്, ഉദാശ വിട്ട്, വചനം വിട്ട്, സഭ വിട്ട്, പിശാചിനെ കേട്ട് കർത്താവേ നശിച്ച് അടങ്ങി ഒടുങ്ങിപ്പോകാൻ ഇടയാക്കരുതേ. ഞങ്ങളുടെ മക്കള്, വരും തലമുറകള് അങ്ങയുടെ സ്വന്തമായി ജനിക്കേണ്ട മക്കള് അങ്ങനെ ജനിക്കാതെ പോകുന്ന അവസ്ഥകള്, മാമോദീസ സ്വീകരിക്കാൻ പോലും പറ്റാതെ, ഉദാശ സ്വീകരിക്കാൻ പോലും പറ്റാതെ ജനിച്ചു വീഴുന്ന അനേക മക്കളുണ്ട്. ഞങ്ങൾക്കറിയാം, അങ്ങനെ വിവാഹം ചെയ്തിട്ട് മക്കൾക്ക് മാമോദീസ കൊടുക്കാത്ത ഒത്തിരിയേറെ അവസ്ഥകൾ. ഒത്തിരി വേദനയോടെ പലരും വിളിച്ച് കരയുന്നു. ഈശോയെ, ഞങ്ങളുടെ മക്കളിങ്ങനെ ജീവിക്കേണ്ടവരല്ല. അങ്ങയോട് ചേർന്ന് അങ്ങയെ സ്വന്തമാക്കി അങ്ങയുടെ കൃപ സ്വീകരിച്ച് അതിസ്വാഭാവികമായ കൃപകളിൽ ജീവിക്കേണ്ട ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ തലമുറ ഇന്ന് നശിച്ചു പോകുന്നു. ഈശോയെ, തിരുസന്നിധിയിലേക്ക് ഇങ്ങനെയുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ മക്കളെ തിരിച്ചു കൊണ്ടുവരണമേ. ശക്തമായ അനുഭവങ്ങൾ നൽകണമേ. ബോധ്യങ്ങൾ നൽകണമേ. തിരിച്ചറിവ് നൽകണമേ. അങ്ങയുടെ വചനത്തിൽ ഉറപ്പിക്കണമേ. ഉദാശകളിൽ ഉറപ്പിക്കണമേ. അങ്ങനെ കർത്താവേ, അങ്ങയിൽ തന്നെ ഞങ്ങളുടെ മക്കളെ ഉറപ്പിക്കണമേ. വഴിപിഴച്ചു പോയ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തെറ്റായ തീരുമാനങ്ങൾ എടുത്ത് അതിന്റെ പിന്നാലെ നശിച്ചടങ്ങി പോകുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഈ സാത്താന്റെ പിടിയിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണമേ. നമ്മുടെ മക്കൾ ആരെങ്കിലും അങ്ങനെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ സമർപ്പിക്കുക. നമ്മളൊരു മക്കളും ക്രൈസ്തവ ജീവിതത്തില് ഉദാശയിലൂടെ ദൈവം അനുഗ്രഹിച്ച മക്കള് ഈ ഈശോയെ വിട്ട് പടിയിൽ ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. മക്കളെ, നൂറുകണക്കിനല്ല, ആയിരക്കണക്കിന് മക്കളാണ് ഈ ഒരവസ്ഥയിലൊക്കെ വിട്ട് കിടക്കുന്ന സാത്താന്റെ കെണിയിൽ, നശിപ്പിക്കുന്ന സാത്താന്റെ പിടിയിൽ നിന്നൊക്കെ ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണമേ. വലിയ പ്രാർത്ഥനയോടെ ദിവികാന സന്നദ്ധിയില് നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ശക്തമായ ഇടപെടല് കുരിശു മനഃശക്തിയാൽ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഈ മക്കളിലേക്ക് പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ ശക്തിയാൽ നിറയപ്പെട്ട് നമ്മുടെ മക്കൾ മോചിക്കപ്പെടാൻ ഇനി ഒരു മക്കളും അങ്ങനെ പോകാതിരിക്കാൻ കർത്താവിന്റെ ശക്തമായ സംരക്ഷണത്തിനും ഇടപെടലിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ സ്വയേ.
പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ കുറ്റി തുറക്കപ്പെട്ട ഹൃദയത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെല്ലാവരെയും പ്രതിച്ചതുപോലെ വഴിതെറ്റിപ്പോയിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. നശിച്ചു പോകാതെ അങ്ങയുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞു